ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കൊച്ചു കഥയാണ്. അതിന് ഞാൻ പറയുന്നതിന് മുൻപ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. എന്നെ സപ്പോർട്ടും കൂടി ചെയ്യണേ കേട്ടോ. എന്താ കഥാന്നല്ലേ, കാട്ടിലെ രാജാക്കന്മാര് ഒരു മത്സരം ഉറപ്പിച്ചു. ആ മത്സരത്തിന്റെ പേരാണ് ഓട്ട മത്സരം. നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മത്സരമാണല്ലേ ഓട്ട മത്സരം എന്ന് വെച്ചാല്. അങ്ങനെ കാട്ടിലെ രാജാവ് സിംഹച്ചാര് അങ്ങോട്ട് പോകുമ്പോഴാണ് ചിന്നുവ മിന്നുവിനെ കണ്ടത്. അവര് രണ്ടാളും ഒരു മുയലാണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. അവരിങ്ങനെ ഒന്നിച്ചു പോകുമ്പോഴാണ് സിംഹച്ചാരെ കാണുന്നത്. അപ്പൊ സിംഹച്ചാർ അവര് കണ്ടപ്പോ അവരോട് ചോദിച്ചു, ചിന്നുവേ മിന്നുവേ, നമ്മൾക്കൊരു മത്സരമൊക്കെ വെക്കേണ്ടേന്ന്. അപ്പൊ ചിന്നുവും മിന്നും ചാടിത്തുള്ളി പറഞ്ഞു, വെക്കണം എൻ്റെ സിംഹച്ചാരെ, എത്ര നാളായി നമ്മൾ ആ മത്സരത്തിന് വേണ്ടി കൊതിക്കുന്നു, ഒന്ന് വെച്ചൂടെ എന്ന് പറഞ്ഞു. ആര്? ചിന്നുവും മിന്നുവും. സിംഹച്ചാര് ചോദിച്ചു, ഏത് മത്സരം വെക്കണം എന്ന്. അപ്പം ചിന്നുവും മിന്നുവും പറഞ്ഞു, നമ്മൾക്ക് ഓട്ട മത്സരം തന്നെ വെക്കാം, എല്ലാവർക്കും ഇഷ്ടമുള്ള മത്സരമാണല്ലേ ഓട്ട മത്സരം എന്ന് പറയുന്നത്, അതുകൊണ്ട് നമ്മൾക്ക് അത് തന്നെ വെക്കാം. ആര്? ചിന്നുവും മിന്നുവും പറഞ്ഞു. അപ്പോൾ സിംഹച്ചാര് പറഞ്ഞു, ആരെയിപ്പ ഈ ഓട്ട മത്സരത്തിന് കൂട്ടാ, അതൊരു ഡൗട്ട് അല്ലേ എന്ന് പറഞ്ഞു. ആര്? സിംഹച്ചാര്. ചിന്നുവും മിന്നുവും ചക്കി എന്ന് പറഞ്ഞൊരു മുയലുണ്ടായിരുന്നു, സുന്ദരി അമ്മയുണ്ടായിരുന്നു, അവരെ തന്നെ വെക്കാമെന്ന് പറഞ്ഞു ചിന്നുവും മിന്നുവും. അവര് മൂന്ന് പേരും ചേർന്ന് ആ രണ്ടുപേരുടെ അടുത്ത് പോയി. ഫസ്റ്റ് പോയത് ചക്കി മുയലിന്റെ അടുത്തായിരുന്നു. ഇങ്ങനെ ഓട്ട മത്സരം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ചക്കി മുയൽ ഓക്കെ എന്ന് പറഞ്ഞു. ആ ചക്കി മുയലിന്റെ അടുത്ത് പോയി അങ്ങനെ കാര്യമൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞിട്ട് ശേഷം നേരെ സുന്ദരി അമ്മയുടെ അടുത്ത് പോയി. എന്നിട്ട് മൂന്നാളും സുന്ദരി അമ്മേനോടും കാര്യം വിശദമായി പറഞ്ഞു. ആമയും എന്താക്കി, ഓക്കെ അങ്ങനെ സെറ്റാക്കി പറഞ്ഞു. അങ്ങനെ ഇന്ന് വൈകുന്നേരം 3 മണിയായി. എല്ലാ കാട്ടു ജീവിക്കാരും അവിടെ എത്തിക്കൂടി ഒരു തിക്കും തടിയായി. അങ്ങനെ ചക്കി മുയലും സുന്ദരി ആമേനെയും സിംഹച്ചാര് ഓട്ട മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചു. അവര് രണ്ടുപേരും സ്റ്റാർട്ടറിൽ നിന്നു. എന്നിട്ട് സിംഹച്ചാര് ഒരു കൂക്ക്, അപ്പൊ തന്നെ ചക്കി മുയൽ ഒറ്റോട്ടം. ആമ പമ്മി നടക്കുകയാ. ആമക്ക് സ്പീഡിൽ ഓടാൻ കഴിയോ? ഇല്ലല്ലോ അല്ലേ. മുയല് ബാക്കിലോട്ട് നോക്കി ആമനെ പുച്ഛിച്ചു. ഒരു ചിരിയും ചിരിച്ച് അങ്ങോട്ട് ഓടി. ഒരു വലിയൊരു മരം, തണലും പഴങ്ങളും ഒക്കെ നിറഞ്ഞൊരു പഴമായിരുന്നു. മുയല് വിശ്രമിക്കാം, ആമ ഇപ്പോഴൊന്നും എത്തില്ല എന്ന് വിചാരിച്ച് ആ മരത്തിന്റെ അവിടെ തണലിന് കടന്ന് അങ്ങനെ മയങ്ങിപ്പോയി. അപ്പോഴത്തേക്ക് ആമ മുയലിന്റെ സ്ഥലത്തെത്തി. അമ്മ മുയലിനെ മീണ്ടാക്കാണ്ട് എന്താക്കി, അങ്ങനെ ആമ എത്തി. ഇപ്പൊ മനസ്സിലായില്ലേ, ഒരാളെയും കളിയാക്കി കൂടാന്ന്. എന്റെ കഥ ഇഷ്ടപ്പെട്ടാൽ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ, ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ കേട്ടോ. എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടവര് കമന്റിൽ കൂടെ ഒരു റെഡ് ഹാർട്ട് കമന്റ് ചെയ്യണേ. പിന്നത്തെ ഈ ഒരു കൊച്ചു കഥയെ കൂടെ ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. ബൈ.